Welcome to Ehela's Tuition. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. നമുക്ക് ആദ്യം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിനെ കണ്ടക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് നാലായി തിരിച്ചിട്ടുണ്ട്. സൂപ്പർ കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. സൂപ്പർ കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ക്യാപ്പബിൾ ഓഫ് ക്യാരിയിങ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ കടത്തി വിടുന്നതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. an എക്സാമ്പിൾ മെറ്റൽസ്, ലിക്വിഡ്സ് വിത്ത് അയോൺസ്, അതായത് വാട്ടർ, മോൾട്ടൺ അയോണിക് കോമ്പൗണ്ട്സ്, പ്ലാസ്മ, ഇതൊക്കെ കണ്ടക്ടേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ്, മെറ്റീരിയൽസ് വിത്ത് നോ ഓർ വെരി ഫ്യൂ ഫ്രീ ചാർജ് ക്യാരിയേഴ്സ്, കുറച്ച് മാത്രം ചാർജ് ക്യാരിയേഴ്സ് ഉള്ളതിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. കുറച്ച് എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടാവില്ല, പേരിന് ഒന്നോ രണ്ടോ ഉണ്ടാവും. ഇത് ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി, ഹീറ്റ് അതിനൊന്നും ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. ഇതിന് എക്സാമ്പിൾ ആണ് ക്വാർട്സ്, മോസ്റ്റ് കോവലന്റ് ആൻഡ് അയണിക് സോളിഡ്സ്, പ്ലാസ്റ്റിക് ഒക്കെ. സെമി കണ്ടക്ടേഴ്സ്, മെറ്റീരിയൽ വിത്ത് കണ്ടക്ടിവിറ്റി between that of conductors and insulators. ഇവരുടെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് സെമി കണ്ടക്ടേഴ്സ്. ഇതിനെപ്പോലെ തീരെ കണ്ടക്ട് ചെയ്യാണ്ടില്ല, ഇതിനെപ്പോലെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യില്ല. അങ്ങനെയുള്ളതിനെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ജെർമേനിയം, സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ certain materials have zero resistivity at very low temperature. ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ചില മെറ്റീരിയൽസിന് സീറോ റെസിസ്റ്റിവിറ്റി ആണ് ഉണ്ടാവുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ആറ്റോമിക് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാലൻസ് ഷെല്ല് വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം. കണ്ടക്ടേഴ്സ് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ ലെസ് ദാൻ 4 ആയിരിക്കും. ഈ വാലൻസ് ഇലക്ട്രോൺ ലെസ് ദാൻ 4 ആണെങ്കിൽ അതിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയും. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 4. ഇവിടെ ഇത് സെമി കണ്ടക്ടർ ആണ്, ഇതിന്റെ വാലൻസ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. അങ്ങനെയല്ലേ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ ഈ 4-നേക്കാളും കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻസുലേറ്റർ എന്ന് പറയാം. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റീസിനെ കുറിച്ച് പഠിക്കാം. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് R is equal to റോ L/A ആണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, റോ പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടേഴ്സ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടേഴ്സ്. അപ്പോൾ നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസിൽ ഓരോരുത്തരുടെയും റെസിസ്റ്റിവിറ്റിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റിവിറ്റി മാത്രം പോരാ, ലെങ്ത്തും ഏരിയയും വേണം. നമ്മളിപ്പോൾ ലെങ്ത്ത് 1 മീറ്ററും ഡയമീറ്റർ 1 mm ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓരോ മെറ്റീരിയൽസിൻ്റെയും റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും എത്ര വരാൻ നോക്കാം. അലൂമിനിയത്തിൻ്റെ 2.8 × 10⁻⁸. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് 3.6 × 10⁻². ബ്രാസ് 8 × 10⁻8, റെസിസ്റ്റൻസ് 10 × 10⁻². കോപ്പർ, പ്ലാറ്റിനം, സിൽവർ ഇവരൊക്കെ കണ്ടക്ടേഴ്സ് ആണ്. ഇവരുടെയൊക്കെ റെസിസ്റ്റിവിറ്റി 10⁻8 റേഞ്ചിലാണുള്ളത്. അതുപോലെ റെസിസ്റ്റൻസ് 10⁻² ആണ്. റെസിസ്റ്റൻസ് കുറവാണ് ഇവർക്ക്. പിന്നുള്ളത് നമ്മളെടുക്കുന്നത് കാർബൺ, ജെർമേനിയം, സിലിക്കൺ ഇവരൊക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഈ സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി ഇവിടെ 10⁻⁵, ഇവിടെ 0.45, ഇവിടെ അപ്രോക്സിമേറ്റ്ലി 640. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 45, 5.7 × 10⁵, 6 × 10⁸. റെസിസ്റ്റൻസ് കൂടുതലാണ് ഇവിടെ. അതേപോലെ ഇതൊക്കെ പക്ക ഇൻസുലേറ്റേഴ്സ് ആണ്. ഇവരുടെയൊക്കെ റെസിസ്റ്റിവിറ്റിയും കൂടുതലാണ്, അതേപോലെ റെസിസ്റ്റൻസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഏത് മനസ്സിലാവും, കാരണം ഇതിന് അതായത് കണ്ടക്ടേഴ്സിന് റെസിസ്റ്റൻസ് കുറവാണ്. അതേപോലെ ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. സെമി കണ്ടക്ടേഴ്സ് ഇവരുടെ രണ്ടാളുടെയും ഇടയിലാണ് വരുന്നത്. ഇനി നമുക്ക് എനർജി ബാൻഡിനെ കുറിച്ച് പഠിക്കണം. ഇൻ സോളിഡ് മെറ്റീരിയൽസ് electron energy levels form bands of allowed energy separated by forbidden bands.
അപ്പോൾ നമ്മൾ ബാൻഡ്സിനെ കുറിച്ച് പഠിക്കുന്നത് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട 2 ബാൻഡ്സാണ്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. നമ്മൾ നേരത്തെ പഠിച്ചു അറ്റോമിക് സ്ട്രക്ചർ നോക്കിയപ്പം വാലൻസ് ഇലക്ട്രോൺസിനെ പഠിച്ചു. അപ്പോൾ ആ വാലൻസ് ഇലക്ട്രോൺസിന് ഉണ്ടാവുന്ന എനർജിയാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഔട്ടർമോസ്റ്റ് ഹയസ്റ്റ് ബാൻഡ് ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്, പുറത്ത് വാലൻസ് ഇലക്ട്രോൺസിന് ഉണ്ടാവുന്ന എനർജി, അതാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസ് ബാൻഡ്, ആ വാലൻസ് ഇലക്ട്രോൺസിന് അതിപ്പം സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ സിലിക്കണിലാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യില്ല. അതിന് ചെറിയൊരു എമൗണ്ട് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവും, അത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതെന്താവും, അത് വേറൊരു നെക്സ്റ്റ് ഹയസ്റ്റ് എനർജി ലെവലിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാലൻസ് ബാൻഡിൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് നോർമലി മൂവ് ചെയ്യില്ല. അതിന് കുറച്ചൊരു ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു എനർജി, എത്ര എനർജി കൊടുക്കണം എന്നുള്ളതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫോർബിഡൻ ബാൻഡ്. ഇതാണ് ഫോർബിഡൻ ബാൻഡ്. ഇലക്ട്രോൺസ് ഇൻ എ കംപ്ലീറ്റ്ലി ഫിൽഡ് ബാൻഡ് കനോട്ട് മൂവ്. കംപ്ലീറ്റ് ഫിൽ ആയിട്ടുള്ള ബാൻഡ് ഒരിക്കലും മൂവ് ചെയ്യില്ല. സിൻസ് ഓൾ സ്റ്റേറ്റ്സ് ഒക്യുപ്പൈഡ്, എല്ലാ സ്റ്റേറ്റും ഒക്യുപ്പൈഡ് ആണ്. ഓൺലി വേ ടു മൂവ് വുഡ് ബി ജംപ് ഇൻ ടു നെക്സ്റ്റ് ഹയർ ബാൻഡ് നീഡ്സ് എനർജി. അപ്പം സാധാരണ ഗതിയിൽ ഒരു ഇലക്ട്രോൺസും അപ്പുറത്തേക്ക് മൂവ് ചെയ്യില്ല. മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, എനർജി കൊടുക്കണം. ഇലക്ട്രോൺസ് ഇൻ പാർഷ്യലി ഫിൽഡ് ബാൻഡ് ക്യാൻ മൂവ് സിൻസ് ദർ ആർ ഫ്രീ സ്റ്റേറ്റ്സ് ടു മൂവ്. Classification of solids into 3 types according to their band structure. ഇനി നമുക്ക് ബാൻഡ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എനർജി ഗ്യാപ്പ് കൂടുതലുള്ള ആളാണ് ഇൻസുലേറ്റർ. എനർജി ഗ്യാപ്പ് തീരെ ഇല്ലാത്ത ആളാണ്, ഓവർലാപ്പ് ചെയ്തിട്ടുള്ളതാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ആളാണ് മെറ്റൽസ്. ചെറിയൊരു എനർജി ഗ്യാപ്പ് ഡിഫറൻസ് ഉള്ളവരാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പം ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ ഫോർബിഡൻ റീജിയൻ ബിറ്റ്വീൻ ഹയസ്റ്റ് ഫിൽഡ് ബാൻഡ് ആൻഡ് ലോവസ്റ്റ് എംറ്റി ഓർ പാർഷ്യലി ഫിൽഡ് ബാൻഡ് ഈസ് വെരി വൈഡ്, അബൌട്ട് 3 to 6 volt. അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ ഈ ഒരു ഗ്യാപ്പ് 6 volt വരെ ഉണ്ടാവും. സെമി കണ്ടക്ടേഴ്സിന് ഗ്യാപ്പ് ഈസ് സ്മോൾ, അബൌട്ട് 0.1 to 1 electron volt. കണ്ടക്ടേഴ്സിന് വാലൻസ് ബാൻഡ് ഓൺലി പാർഷ്യലി ഫിൽഡ് ഓർ ദ നെക്സ്റ്റ് അലൗഡ് എംറ്റി ബാൻഡ് ഓവർലാപ്പ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇത് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഓരോരോ പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടി കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഇസ് വാല്യൂ. കണ്ടക്ടേഴ്സിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വെരി ഹൈ ആണ്. സെമി കണ്ടക്ടേഴ്സ് ബിറ്റ്വീൻ ദോസ് ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിന് നെഗ്ലിജിബിൾ ആണ്. Resistivity and its values. Conductors negligible, less than 10⁻⁵ ohm meter. Semiconductors between these of conductors and insulators 10⁻⁵ to 10⁵ ohm meter. Insulators very high, more than 10⁵ ohm meter. ഇനി ബാൻഡ് സ്ട്രക്ചർ ഇവിടെ എന്താണ്, കണ്ടക്ടേഴ്സിന് കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ബാൻഡ്, ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സെമി കണ്ടക്ടേഴ്സിന് ചെറിയൊരു ഗ്യാപ്പ്, ഇൻസുലേറ്റേഴ്സിന് വലിയൊരു ഗ്യാപ്പ്. ഇപ്പം എനർജി ഗ്യാപ്പ് കണ്ടക്ടേഴ്സിന് 0 അല്ലെങ്കിൽ വെരി സ്മോൾ. ഇവിടെ 1.1 ഇലക്ട്രോൺ വോൾട്ട് ഇൻ ഗാലിയം ആർസനൈഡ്. ഫോർ ജർമേനിയം 0.72 ഇലക്ട്രോൺ വോൾട്ട്, സിലിക്കൺ 1.1 ഇലക്ട്രോൺ വോൾട്ട്, ഗാലിയം ആർസനൈഡിന് 1.3 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സിന് കേസിലെ ഡയമണ്ട് നല്ലൊരു ഇൻസുലേറ്റർ ആണ്. അതിൻ്റെ ഇലക്ട്രോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത് 7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പിന്നെ കറണ്ട് കാരിയേഴ്സ് ആൻഡ് കറണ്ട് ഫ്ലോ ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് വെരി ഹൈ, കറണ്ട് ഫ്ലോ വെരി ഹൈ ആണ് ഇവിടെ. ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിനെക്കാളും കൂടുതൽ കറണ്ട് ഉണ്ട് ഇതിനകത്ത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് ബട്ട് നെഗ്ലിജിബിൾ. പിന്നെ നമ്പർ ഓഫ് കറണ്ട് കാരിയേഴ്സ് ഇവിടെ വെരി ഹൈ ആണ്, ഇവിടെ വെരി ലോ ആണ്, ഇവിടെ നെഗ്ലിജിബിൾ ആണ്. ഇനി നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പഠിച്ചു. സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ 0 എന്ന കേസിൽ ദർ ഇസ് നോ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ സെമി കണ്ടക്ടേഴ്സ് ഡസ് നോട്ട് കണ്ടക്ട്. T greater than 0, some of the fraction of electrons have sufficient thermal kinetic energy to overcome
the gap and jump to the conduction band. Fraction rises with the temperature. Example, 20 degrees Celsius silicon has 0.9 into 10 raised to 10 conduction electrons per cubic centimeter. At 50 degrees Celsius there are 7.4 into 10 raised to 10. അപ്പം ടെമ്പറേച്ചർ 0 എന്ന സമയത്ത് ആരൊന്നും കണ്ടക്ട് ചെയ്യില്ല. ടെമ്പറേച്ചർ 0ലേക്കാളും കൂടുമ്പോൾ ടെമ്പറേച്ചർ എനർജിയാണ്, അപ്പോൾ ഇലക്ട്രോൺസിന് എനർജി കിട്ടി, അപ്പോൾ അവരെന്താക്കും, കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. 20 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് സിലിക്കണിൽ 0.9 into 10 raised to 10 ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അതേപോലെ 50 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് അവിടെ 7.4 into 10 raised to 10 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് പെർ ക്യൂബിക് സെന്റിമീറ്ററിൽ. ഇലക്ട്രോൺസ് മൂവിങ് ടു കണ്ടക്ഷൻ ബാൻഡ് ലീവ് ഹോൾ. അപ്പോൾ നമ്മൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകുന്ന സമയത്ത്, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ എന്താവും, ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാക്യൂം സ്പേസ് ഉണ്ടാവും. അതിന് ഹോൾ എന്ന് പറയും. അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് നെയ്ബറിംഗ് ഇലക്ട്രോൺസ് ക്യാൻ ജംപ് ഇൻ ടു ദ ഹോൾ. അപ്പോൾ അവിടെ ഒരു ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിനടുത്തുള്ള ഇലക്ട്രോൺസിന് എന്താവും, ആ ഹോളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. The hole can move under the influence of an applied electric field. Just like electrons, both contribute to conduction. അപ്പോൾ സ്ഥലം ഉണ്ടാകുമ്പം അവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് അവിടെ ഒരു ഹോള് ലെഫ്റ്റ് ആവും. അങ്ങനെ ഈ ഹോളും ഇലക്ട്രോൺസും കാരണമാണ് കണ്ടക്ഷൻ നടക്കുന്നത്. In pure silicon and germanium, there are equally many holes as there are conduction of electrons. അപ്പോൾ പ്യുവർ ആകുന്ന സമയത്ത്, പ്യുവർ സിലിക്കണിൻ്റെ കേസിൽ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സിലിക്കൺ, അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഹോൾസും ഉണ്ടാവും. പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇനി നമ്മൾ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സിന് എന്ത് പറയും, ഇംപ്യൂർ എന്നും പറയും, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. Semiconductors with a small admixture of trivalent or pentavalent atoms. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച സെമികണ്ടക്ടർ എന്ന് പറയുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ 4 ആയിട്ടുള്ള 6 മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ ട്രൈവാലൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ ആറ്റം കൂടെ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡോപ്ഡ് സെമികണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പെൻറ്റാവാലന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 5 എണ്ണം ഉണ്ടാവുക. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി. അപ്പൊ 4 ഇലക്ട്രോൺസ് യൂസ്ഡ് ഫോർ കോവലന്റ് ബോണ്ട്സ് വിത്ത് സറൗണ്ടിങ് സിലിക്കൺ ആറ്റംസ്, 1 ഇലക്ട്രോൺസ് ലെഫ്റ്റ് ഓവർ. അപ്പൊ നമ്മളറിയാം സാധാരണ സിലിക്കൺ തൊട്ടടുത്തുള്ള അവരുമായിട്ട് കോവലന്റ് ബോണ്ടാണ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഈ ഫോസ്ഫറസ് ആയിട്ട് സിലിക്കൺ ബോണ്ട് ചെയ്യുന്ന സമയത്ത് 4 ഉം 4 8 എണ്ണായി അവർ ഓക്കെ ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോൺസ് ലെഫ്റ്റ് ആവുന്നുണ്ട്. ലെഫ്റ്റ് ഓവർ ഇലക്ട്രോൺസ് ഇസ് ഓൺലി ലൂസ്ലി ബൗണ്ട്, ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു ലിഫ്റ്റ് ഇറ്റ് ടു കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ആ ഇലക്ട്രോൺസിന് എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഓഫ് ഹീറ്റോ അല്ലെങ്കിൽ വോൾട്ടേജോ കൊടുക്കുന്ന സമയത്ത് അതെന്താവും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അത് 0.05 ഇലക്ട്രോൺസ് വോൾട്ട് കൊടുത്താൽ മതി. N-type semiconductors have conduction electrons, no holes. അപ്പോൾ N-type semiconductorsൽ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതലായിട്ട് ചെറിയൊരു എമൗണ്ടിൽ ഇൻട്രിൻസിക് ഹോൾസും ഉണ്ടാവും. ഇനി നമ്മൾ N-type semiconductors എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സിലിക്കൺ ആണുള്ളത്. നമ്മൾ ആർസനിക്, പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ആർസനിക് ഇവിടെ ഡോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോൺസ് ഇവിടെ ലെഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺസ് ഇതിനൊരു എനർജി കിട്ടുന്ന സമയത്ത് എന്താവും, ഈ ഇലക്ട്രോൺസ് ഒക്കെ കൂടെ കണ്ടക്ഷനിൽ ഭാഗമാവും. ഇപ്പോൾ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷനിൽ ഭാഗമാകുമ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് കിട്ടും. ഇനി പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ സിലിക്കണ് പി ടൈപ്പ് മെറ്റീരിയൽസിനായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കോവലന്റ് ബോണ്ടാണ്. അവർക്ക് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ, സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അവർക്ക് 8 ഇലക്ട്രോൺസ് വേണം. ഇവിടെ 4 3 7 ആവുന്നുള്ളൂ. അപ്പോൾ ഒരു വാക്കൻസി ഉണ്ട്. ആ വാക്കൻസിനെ നമ്മൾ ഹോൾ എന്ന് പറയും. അപ്പോൾ പി ടൈപ്പ് സെമികണ്ടക്ടേഴ്സ് ഹാവ് മൊബൈൽ ഹോൾസ്, വെരി ഫ്യൂ മൊബൈൽ ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ഹോൾസ് കാരണമാണ് കൂടുതലായിട്ടും കറണ്ട് ഉണ്ടാകുന്നത്. ചെറിയൊരു എമൗണ്ടിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ബോറോൺ, 13th ഗ്രൂപ്പുള്ള ബോറോണുമായിട്ട് ഇവർ
ബോണ്ട് മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഹോളിലേക്ക് ഓരോ ഇലക്ട്രോൺസും ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ബോണ്ട് ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രോൺസ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഓക്കെ ആയി. അപ്പോൾ ഇവിടെ ഒരു ഹോൾ വീണ്ടും ഉണ്ടായി. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ കണ്ടക്ഷൻ നടക്കും. ഇനി നമുക്ക് ഡയോഡ്സിനെ കുറിച്ച് പഠിക്കാം. ഡയോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PN ജംഗ്ഷൻ ഡിവൈസ് ആണ്. സെമികണ്ടക്ടേഴ്സ് വിത്ത് വിച്ച് ഇംപ്യൂരിറ്റി ചേഞ്ചസ് abruptly ഫ്രം P ടൈപ്പ് ടു N ടൈപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ P ടൈപ്പ് മെറ്റീരിയലും പഠിച്ചു, N ടൈപ്പ് മെറ്റീരിയലും പഠിച്ചു. അപ്പോൾ P ടൈപ്പും N ടൈപ്പും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ ഉണ്ട്. ഈ ഒരു PN ജംഗ്ഷനെ നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് P ടൈപ്പും N ടൈപ്പിനെയും ഒന്നിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡിഫ്യൂഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ Pയിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്, Nയിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പോൾ മൂവ്മെന്റ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ, ഇവിടെ ഹോൾസ് ആണ് കൂടുതൽ. അപ്പം ഇവിടുന്ന് ഹോൾസ് Pയിലേക്ക് വരും, ഇവിടുന്ന് ഇലക്ട്രോൺസ് Nയിലേക്കും വരും. ആ ഒരു കറണ്ടിനെ അങ്ങനെ വരുന്നതുകൊണ്ടുള്ള കറണ്ടിനെ നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. In the absence of electric field across the junction, holes diffuse towards the across boundary into N type and capture electrons. Electrons diffuse across boundary, fall into holes. Formation of depletion region. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഇലക്ട്രോൺസ് N റീജിയനിലേക്കും N റീജിയനിലുള്ള ഹോൾസ് P റീജിയനിലേക്കും പോകുമ്പോൾ അവിടെ നമുക്ക് ഒരു ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ P ടൈപ്പ് ഉണ്ട്, ഇവിടെ N ടൈപ്പ് ഉണ്ട്, രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചു. അപ്പോൾ P ടൈപ്പിൽ പോസിറ്റീവ് ആണുള്ളത്, ഇവിടെ നെഗറ്റീവ് ആണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പം അവിടെ ഒരു പോസിറ്റീവ് അയോൺസിനെ ലെഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ N ടൈപ്പ് ആയാലും P ടൈപ്പ് ആയാലും ഇവർ സ്റ്റേബിൾ ആണ്, ന്യൂട്രൽ ആണ് ഇവരുടെ ചാർജ്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് അയോൺസ് ലെഫ്റ്റ് ആവും. അതേപോലെ ഇവിടെ എക്സ്ട്രാ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോൺസും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഇവർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ റീജിയനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പം ഡയോഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ വിത്ത് voltage applied across it. ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന്റെ ബയാസിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഡയോഡിനെ ബയാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന് വോൾട്ടേജ് കൊടുക്കാന്ന് അർത്ഥം. അപ്പോൾ P സൈഡ് മോർ പോസിറ്റീവ് ദാൻ N സൈഡ്. അപ്പം നമ്മൾ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന്റെ Pയിൽ നമ്മൾ ബാറ്ററിന്റെ P കണക്ട് ചെയ്യുക, അതാണ് ഫോർവേഡ് ബയാസ്ഡ്. റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന്റെ P സൈഡിൽ ബാറ്ററിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയോഡിന്റെ N സൈഡിൽ ബാറ്ററിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, അതിനാണ് റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യുക. ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യാന്ന് പറയുമ്പോൾ P റീജിയനിൽ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, N റീജിയനിൽ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ N റീജിയനിൽ കൂടുതലായിട്ടുള്ളത് ഇലക്ട്രോൺസ് ആണ്, P റീജിയനിൽ കൂടുതലായിട്ടുള്ളത് ഹോൾസ് ആണ്. അപ്പോൾ ബാറ്ററിയുടെ അവിടെ നെഗറ്റീവ് ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെ ഈ N റീജിയനിലെ ഇലക്ട്രോൺസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസും റിപ്പൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടുന്ന് റിപ്പൽഷനും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അട്രാക്ഷനും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഓർ ചാർജ് ക്യാരിയേഴ്സിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ P type charge carriers in P side are pushed towards and across the PN boundary. N type carriers in N side are pushed towards and across the NP boundary. Current flows from P to N boundary. ഇവിടുന്ന് P ന്ന് N ലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഇലക്ട്രോൺസ് N നിന്ന് P ലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസ് ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ചു കണക്ട് ചെയ്യും. N സൈഡിലെ ബാറ്ററിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ N സൈഡ് ഡയോഡിന്റെ P സൈഡിലും, അതേപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ P സൈഡ് ഡയോഡിന്റെ N സൈഡിലുമാണ് കണക്ട് ചെയ്യുക.
അപ്പോൾ ഇവിടെ നോക്കുക റിവേഴ്സ് ബയാസിൽ ഇവിടെ പി ആണ്, അപ്പോൾ ഇവിടെ എൻ കണക്ട് ചെയ്തു, ഇവിടെ എൻ ആണ്, അന്നേരത്തെ ഇവിടെ പി കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് അല്ലേ, ഇവിടെ എൻ ഇലക്ട്രോൺസ് ആണ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസ് എന്തായി പോസിറ്റീവിൻ്റെ ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് വരും. അതേപോലെ ഇവിടെ പി ആണുള്ളത്, അപ്പോൾ ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും പോകും. അപ്പോൾ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ടേക്കും, ഇവിടെയുള്ള ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. അതേപോലെ ഇവിടുന്ന് ഹോൾസ് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് അയോൺസ് ലെഫ്റ്റ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയതിനേക്കാളും വലിയൊരു വൈഡ് ഡിപ്ലീഷൻ റീജിയൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പൽ ഇങ്ങനെയാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും നോക്കുന്ന സമയത്ത് ഫോർവേഡ് കറണ്ട് ഇങ്ങനെ വരാം. ഇതിനൊരു കട്ട് ഓഫ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് പോയിന്റ് ഒരു വോൾട്ടേജ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു കട്ട് ഓഫ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ, കട്ട് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഇൻക്രീസ് ആയിക്കോളും. അതേപോലെ റിവേഴ്സ് ഡയറക്ഷനിൽ ഇത് ഫോർവേഡ് കറണ്ട്, അതേപോലെ ഇത് ഫോർവേഡ് ബയാസ് ആകുന്ന സമയത്ത് ഇത് റിവേഴ്സ് ബയാസ് ആകുന്ന സമയത്ത് കറണ്ട് ഉണ്ടാവില്ല. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വന്ന് അവസാനം ഇവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഡയോഡിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യും. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. Reverse saturation current. Reverse saturation current. In reverse bias condition, there will be a negligible amount of current that will flow through the device due to the minority carriers, which is called reverse saturation current. Knee voltage. The applied forward voltage at which PN junctions start conducting is called cut-in voltage or knee voltage. It is also known as knee voltage. The value of cut-in voltage is 0.7 volt for silicon and 0.3 volt for germanium. Depletion layer. The region in PN junction which comprises of immobile ions is called a depletion region. Static resistance of a diode. The resistance of a diode at which operating point can be obtained by taking the ratio of VF and IF. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റെസിസ്റ്റൻസ്. Resistance offered by the diode to the forward DC operating condition is called DC or static resistance. DC operating condition ൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ഓഫ് ഡയോഡ് എന്ന് പറയുന്നത്. Zener diode. Zener diode ഡയോഡിൽ നിന്ന് വ്യത്യസ്തമാണ്. Unlike ordinary diodes, they are used in breakdown region. Zener diodes are used to get reasonably regulated DC voltage when the input voltage and the load resistance vary. സാധാരണ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററിലാണ് Zener diode ഉപയോഗിക്കുന്നത്. This is achieved by passing controlled current through Zener diode in the breakdown region. The nominal breakdown voltage is specified as a Zener voltage. 4.7 വോൾട്ടിന്റെ Zener ഉണ്ട്, 8.2 വോൾട്ടിന്റെ Zener നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് 6.1ന്റെ ഒക്കെ Zener ഉണ്ട്. Zener diode സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടണൽ ഡയോഡ്. ടണൽ ഡയോഡിന് നമ്മൾ എസക്കി ഡയോഡ് എന്ന് പറയും. ലിയോ എസക്കി ആണ് ഇത് കണ്ടുപിടിച്ചത്. ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ആണ്. ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇസ് 1 part in 10⁻³ as compared to 1 part in 10⁸ in PN junction diode. Width of depletion layer is very small. It is generally made up of germanium and gallium arsenide. It shows tunneling phenomena. Circuit symbol of tunnel diode is given here. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പഠിക്കാം. ട്രാൻസിസ്റ്ററിന്റെ യൂസസ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ആംപ്ലിഫിക്കേഷൻ, അടുത്തത് സ്വിച്ചിങ്ങിന്. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ, പിന്നെ അതേപോലെ സെൽഫോൺസിൽ, പിന്നെ മോട്ടോർ കൺട്രോൾസ്. അധികം ഇപ്പോഴുള്ള എല്ലാ കേസസിലും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിലും നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻസിസ്റ്റേഴ്സിന് മുന്നേ ആദ്യം ഉണ്ടായത് വാക്വം ട്യൂബ്സ് ആണ്. Used as a signal amplifier and switches. Then the advantage is high power and frequency operation. Operation at higher voltage, less vulnerable to electromagnetic purposes. Disadvantage, very large and fragile. ഇത് വലിയ സൈസ് ആണ്, എനർജി ഇൻഎഫിഷ്യൻ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ
നമുക്ക് വാക്വം ട്യൂബിൻ്റെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉള്ളപ്പം കൂടുതൽ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് കണ്ടെടുത്തു. അപ്പോൾ in need of a device that was small, robust, reliable, energy efficient and cheap to manufacture. 1947, John Bardeen, Walter Brattain and William Shockley invented transistor. Transistor effect: when electrical contacts were applied to a crystal of germanium, the output power was larger than the input. Transistor effect എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് അതിനേക്കാളും വലിയ ഔട്ട്പുട്ട് തരാം. ഇതിനാണ് ട്രാൻസിസ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റേഴ്സിന്റെ ടൈപ്പിൽ ആദ്യമുള്ളതാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ BJT, ഫീൽഡ് എഫക്റ്റഡ് ട്രാൻസിസ്റ്റർ FET, പവർ ട്രാൻസിസ്റ്റേഴ്സ്. BJT, bipolar junction transistor, consists of 3 sandwiched semiconductors layers. The 3 layers are connected to collector, emitter and base pins. By layers നമ്മൾ collector, emitter, base എന്ന് പറയുന്നത്. Current supply to base control the amount of current that flows through the collector and emitter. അപ്പോൾ കളക്ടറിന് എമിറ്ററിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ആളാണ് ബേസ്. അപ്പോൾ ഇതിനെ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് കണക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് എമിറ്റർ ആണ്, ഇത് ബേസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുക. അതേപോലെ ഇത് എമിറ്ററും കളക്ടറും നമ്മൾ എന്താക്കുക, റിവേഴ്സ് ബയാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ P ആണ്, ഇവിടെ നമ്മൾ P കണക്ട് ചെയ്ത്, ഇവിടെ N ആണ്, നമ്മളിവിടെ N കണക്ട് ചെയ്ത്. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ്. ഇവിടെ നമ്മൾ N ആണുള്ളത്, അപ്പോൾ P കണക്ട് ചെയ്തു. ഇവിടെ N ആണ്, ഇവിടെ N കണക്ട് ചെയ്തു. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ്, ഇത് റിവേഴ്സ് ബയാസ്. ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇവിടെ എന്താണോ സിഗ്നൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടും. ട്രാൻസിസ്റ്ററിന് 3 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് കട്ട് ഓഫ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, ലീനിയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, സാച്ചുറേറ്റഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കട്ട് ഓഫും സാച്ചുറേറ്റഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് സ്വിച്ചിൻ്റെ ഓൺ പൊസിഷൻ, കട്ട് ഓഫ് സ്വിച്ചിൻ്റെ ഓഫ് പൊസിഷൻ. ലീനിയർ കേസിലാണ് നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർവേഡ് ബയാസും ഇവിടെ റിവേഴ്സ് ബയാസും ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ഇതൊരു ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ്. ഇനി നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയും ഫോർവേഡ് ബയാസ്, ഇവിടെയും ഫോർവേഡ് ബയാസ്, അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇവിടെയും റിവേഴ്സ് ബയാസ്, ഇവിടെയും റിവേഴ്സ് ബയാസ് ആണെങ്കിൽ അത് കട്ട് ഓഫ് ആയിട്ട് വർക്ക് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ ഒരു മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇനി BJTന്റെ ആപ്ലിക്കേഷൻ. BJT as a switch offer lower cost and substantial reliability over conventional mechanical relays. Transistor operates purely in saturated or cut-off state. This can prove very useful for digital applications. നമ്മൾ ഡിജിറ്റലിലുള്ള സ്വിച്ച്, ഡിജിറ്റലിൽ നമുക്ക് ആകെ 2 കണ്ടീഷനേ വേണ്ടുള്ളൂ, ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും. അപ്പോൾ ഓണും ഓഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ട്രാൻസിസ്റ്റർ സ്വിച്ചസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ BJT ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ BJT ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് ഗെയിനിൻ്റെ ഇക്വേഷൻ നോക്കാം. ആൽഫ എന്ന് പറഞ്ഞാൽ കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിൻ ആണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്ററിൻ്റെ കറണ്ട് ഗെയിൻ ആണ്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC/IE ആണ്, ബീറ്റ എന്ന് പറയുമ്പം IC/IB ആണ്. അപ്പോൾ ഇതിൽ IC എന്ന് പറഞ്ഞാൽ ആൽഫ IE ആണ്, ദാറ്റ്സ് ഈക്വൽ ടു ബീറ്റ IB ആണ്. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ, ആൽഫയുടെ വാല്യൂ 1നെക്കാളും കുറവാണ്, ബീറ്റയുടെ വാല്യൂ കൂടുതലാണ്, 100 അങ്ങനെ ആ റേഞ്ചിൽ പോകും. അപ്പോൾ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ ആൽഫ is equal to ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1ഉം ബീറ്റ is equal to ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. ട്രാൻസിസ്റ്ററിനെ നമുക്ക് 3 തരത്തിൽ കോൺഫിഗർ ചെയ്യാം. കോമൺ ബേസ് ആയിട്ട് കണക്ട് ചെയ്യാം, കോമൺ എമിറ്ററായിട്ട് കണക്ട് ചെയ്യാം, കോമൺ കളക്ടറായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കോമൺ ഈ ഒരു കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഏറ്റവും കുറവുണ്ടാവുക കോമൺ ബേസിലാണ്, ഏറ്റവും കൂടുതലുള്ളത് വെരി ഹൈ ഉള്ളത് കോമൺ കളക്ടറിലാണ്.
ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ളത് കോമൺ ബേസിലും ഏറ്റവും കുറവുള്ളത് കോമൺ കളക്ടറിലുമാണ്. അപ്പോൾ ഈ കോമൺ എമിറ്റർ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇതിൻ്റെ ഇടയിലാണുള്ളത്. വോൾട്ടേജ് ഗെയിന് കോമൺ ബേസിൽ 150, കോമൺ എമിറ്ററിൽ 500, കോമൺ കളക്ടറിൽ <1. ഇതിന് നമ്മൾ അതുപോലെ കറണ്ട് ഗെയിന് കോമൺ ബേസിൽ <1, കോമൺ എമിറ്ററിൽ ഹൈ ആണ്, കോമൺ കളക്ടറിൽ അപ്രീഷ്യബിൾ ആണ്. ആപ്ലിക്കേഷൻ നമ്മൾ കോമൺ ബേസ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. കോമൺ എമിറ്റർ ഫോർ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ, കോമൺ എമിറ്റർ നമ്മൾ ഫോർ ഇംപിഡൻസ് മാച്ചിങ്ങിനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ട്രാൻസിസ്റ്റർ FETന്റെ ബേസിക്സ് നമുക്ക് നോക്കാം. FET is a voltage controlled device. FET includes 3 distinct pieces, അതായത് ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ്. 3 ടെർമിനൽ ആണുള്ളത്, ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ്. ഇത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയുള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിലൂടെയുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ആണ് ഈ ഇതിലൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ഫ്ലോ കുറയും. അപ്പോൾ നമ്മൾ റിവേഴ്സ് ബയാസിങ് കുറക്കുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി കറണ്ട് കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിപ്ലീഷൻ റീജിയന് കൂട്ടിയാൽ മതി. അപ്പം depletion mode devices creates a potential gradient to restrict current flow, increases overall resistance. N channel JFET ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് N ഡോപ്റ്റ് സിലിക്കൺ ആണ്, ഇത് P ഡോപ്റ്റ് സിലിക്കൺ ആണ്. ഇതിന്റെ ചാനൽ N ആയതുകൊണ്ട് ഇത് N ചാനൽ JFET ആണ്. JFET എന്ന് പറയുമ്പോൾ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. P-channel JFET uses the same principles, but the channel current is positive due to holes instead of electrons donors. Polarity of biasing voltage must be reversed. ഇവിടെ കൊടുത്തിരുന്ന ബയാസിംഗ് വോൾട്ടേജ് ആയിരിക്കില്ല, അതിൻ്റെ പൊളാരിറ്റി മാറ്റിയിട്ട് വേണം P-channel JFET കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കമ്പാരിസൺ നോക്കാം FETയും BJTയും. ഇതിൽ സിമിലാരിറ്റീസ് ഉള്ളത് ആപ്ലിക്കേഷൻസിൽ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റിലേസ് ഓൺ PNP or NPN ജംഗ്ഷൻസ് ടു അലോ കറണ്ട് ഫ്ലോ. ഡിഫറൻസ് വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ഇൻപുട്ട്. ഒന്ന് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, FET വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, ഇത് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. FET യൂണിപോളർ ആണ്, BJT ബൈപോളർ ആണ്. BJT എന്ന് പറഞ്ഞാൽ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. നോയ്സിൽ വ്യത്യാസമുണ്ട്. FETയിൽ നോയ്സ് കുറവാണ്, ഹയർ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. FETയിൽ ഹയർ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഫ്രാഗൈൽ ആൻഡ് ലോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ആണ്. FET ഇൻപുട്ട് വോൾട്ടേജ് കൺട്രോൾസ് ഔട്ട്പുട്ട് കറണ്ട്. BJTയിൽ ഇൻപുട്ട് കറണ്ട് കൺട്രോൾസ് ഔട്ട്പുട്ട് കറണ്ട്. ഇതിൽ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ബേസ് ആണുള്ളത്, കൺട്രോൾസ് ഫ്ലോ ഓഫ് കറണ്ട്. ഡ്രെയിന് കറസ്പോണ്ടിങ് ആയിട്ട് കളക്ടർ ആണുള്ളത്, കളക്ടർ കറണ്ട് ഗോസ് ഔട്ട് ഹിയർ. സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എമിറ്റർ ആണുള്ളത്, കറണ്ട് കംസ് ഇൻ ഹിയർ. അപ്പോൾ കറണ്ട് എൻറ്റർ ചെയ്യുന്നത് എമിറ്ററിൽ BJTയിൽ. FETയിലാണെങ്കിൽ സോഴ്സ് കറണ്ട് പുറത്തേക്ക് പോകുന്നത് കളക്ടറിലൂടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രെയിന്. കൺട്രോളിങ് ഡിവൈസസ് ആണ് ബേസും ഗേറ്റും. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ uses reversed biased PN junction to separate gate from body. Metal oxide semiconductor uses insulators between gate and body. Insulated gate bipolar transistor similar to MOSFET but different in main channel. Organic field effect transistor uses organic semiconductor in a test channel. Non-particle organic memory FET combines the organic transistor and called nanoparticles. നമുക്ക് FETന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആപ്ലിക്കേഷനും നോക്കാം. സിംപ്ലസ്റ്റ് ടൈപ്പ് FET, ഈസി ടു മേക്ക്, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് റെസിസ്റ്റൻസ്, ലോ കപ്പാസിറ്റൻസ്, സ്ലോ സ്പീഡ് ഇൻ സ്വിച്ചിങ്, യൂസസ് ഡിസ്പ്ലേസ്മെന്റ് സെൻസർ, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആംപ്ലിഫയർ, ലോ നോയ്സ് ആംപ്ലിഫയർ, അനലോഗ് സ്വിച്ച്, വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റർ. മോസ്ഫെറ്റ്. ഇനി നമുക്ക് മോസ്ഫെറ്റിനെ കുറിച്ച് പഠിക്കാം. മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ്
field effect transistor. Similar to JFET, JFET പോലെ തന്നെയാണ് single channel of single doped semiconductor material with a terminal at end. Gate surrounds channel with the doping that is opposite of the channel, making the PNP or NPN type. But the MOSFET uses an insulator to separate gate from body, while JFET uses a reverse biased PN junction. JFET ൽ നമ്മൾ റിവേഴ്സ് ബയാസിങ്ങിന് പകരം മോസ്ഫെറ്റിൽ നമ്മളൊരു ഇൻസുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മെറ്റൽ ഓക്സൈഡ് ഇൻസുലേറ്റർ, ഈ ഒരു ഇൻസുലേറ്റർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ, മോസ്ഫെറ്റിന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആണിത്. പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ഉണ്ട്, എൻ ഇവിടെ ഉണ്ട്, എൻ ഇവിടെ ഉണ്ട്, പിന്നെ എൻ ചാനൽ ഉണ്ട്, പിന്നെ ഒരു ഇൻസുലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബയാസിങ് കൊടുക്കും, ഇവിടെ നമ്മൾ ബയാസിങ് കൊടുക്കും. ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇത് ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇൻസുലേറ്ററിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് അയൺസ് വരും. അപ്പോൾ പോസിറ്റീവ് അയൺസ് വരുന്നതിനനുസരിച്ച് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോൺസ് സെറ്റപ്പ് ആവും. അങ്ങനെ ഈ ഒരു നെഗറ്റീവ് ഇലക്ട്രോൺസ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. The characteristics and application of MOSFET. Oxide layer prevents DC current from flowing through gate. Reduces power consumption, high input impedance, rapid switching, more noise than JFET. Uses again switches and amplifiers. The MOSFET is used in digital CMOS logic with uses P and N channel MOSFETs as building blocks. They aid in negative effect that causes discharge of batteries. നമുക്ക് പവർ ട്രാൻസിസ്റ്റർ. പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ കൺസേൺഡ് വിത്ത് ഡെലിവറിങ് ഹൈ പവർ. ഹൈ പവർ ഉള്ള കേസിൽ, ഹൈ പവറുള്ള ഇൻസ്ട്രുമെൻസിലെല്ലാം നമ്മൾ പവർ ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിക്കുക. യൂസ്ഡ് ഇൻ ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസ്. ഇൻ ജനറൽ, fabrication process different in order to dissipate more heat, avoid breakdown. Different types ഉണ്ട്, പവർ BJT, പവർ MOSFET etc. അപ്പോൾ ഇത് നമ്മൾ വേറെ തന്നെ ഉണ്ടാക്കുക ചെയ്യുക. കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ട്രാൻസിസ്റ്റേഴ്സിനെയാണ് പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്.